പോവാം മനുഷ്യ. എടി ഇത് മീനും ചാളയും നല്ലത്. നീയേ ആ കടയിലെടുത്ത് നമ്മളൊന്ന് കൊടവരെ പോയിട്ട് വരട്ടെ. എന്തുട്ടെന്ന്? അള്ളാ തലതിരിഞ്ഞു പോയില്ല. നീയേ ആ നീ ആ കൊടയിലെടുത്ത് നമ്മളൊന്ന് കടവരെ പോയിട്ട് പറ്റില്ലേ? അല്ലോ ഈ ഫോണിന്റെ ഒരു കാര്യം പറഞ്ഞാല് വൈബ്രേറ്റ് ചെയ്ത് മണിക്കിലേക്കാണ്. ആരാണിത്? ഹലോ മോനെ. അതെ, എന്താണ് ഇതിന് കാരണം പറയും? അതെ ബാബാ, എന്നെ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു കൊരങ്ങന്റെ വിസയിലാണെന്ന്. കൊരങ്ങന്റെ വിസയിലാണെന്ന്? എടാ മോനെ, അത് നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. സ്പോൺസറെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിന്റെ മോന്തൊരു കൊരങ്ങന്റെ പോലെ അല്ലേ? ബാബാ, എനിക്ക് ബാബയുടെ അതേ മുഖച്ചായ ഉണ്ടോ? എടാ മോനെ, അതൊക്കെ പോട്ടെ. നമ്മളൊരു കാര്യം ചോദിക്കട്ടെ, വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അവിടെ? വേറെ വിശേഷമൊന്നുമില്ല ബാബാ. ഉമ്മയുണ്ടോ? തരാല്ല, പിടിച്ചോ. ആ ഉമ്മയല്ല, ഉമ്മയ്ക്ക് കൊടുക്കാൻ. പഠിച്ചോനെ ഉമ്മയ്ക്ക് ഉമ്മ കൊടുക്കാനാ? അത് വേണ്ട മോനെ, ഇടങ്ങേറാവും. എന്നിട്ട് വേണം പാതിരാത്രി ആവുമ്പോ നമ്മുടെ വെക്കിട്ട് കയറാനായിട്ട്. അത് നടക്കൂല മോനെ. പണ്ടത്തെ പോലെ സ്റ്റാമിന ഒന്നും നമുക്കില്ല. ബാപ്പയുടെ വയസ്സാക്കാത്ത കൂലിയുള്ള അതൊന്നും അല്ല ബാപ്പ. ഉമ്മയ്ക്ക് ഫോൺ കൊടുക്കാൻ. ഉമ്മക്ക് ഫോൺ കൊടുക്കാനാ? അത് പറഞ്ഞാ പോരെ മോനെ. ആമിന ഇവിടെ എവിടെ പോയി കിടക്കണേ? ആമിന പോണ്. എടി ശൈത്താനെ, എന്റെ മോന്റെ ഫോണിന്ന് ദുബായിന്ന്. നമ്മുടെ മോൻ ദുബായ്. 4ാമത്തെ മോൻ നമ്മുടെ കാര്യം. ഹലോ ഉമ്മ, ഇത് ഞാനാണ്. എന്തൊക്കെയാണ് മോനെ വിശേഷങ്ങള്? സുഖം തന്നെയാടാ നിനക്ക്? സുഖം തന്നെ ഉമ്മ. അല്ല ഉമ്മ, ബാപ്പയുടെ ഉറക്കത്തിലുള്ള എണീറ്റ് നടപ്പൊക്കെ നിന്നാ? ഇപ്പൊ നടപ്പൊന്നും ഇല്ല. അത് നിർത്താൻ വേണ്ടിട്ട് ഇപ്പൊ വീട്ടിൽ നിന്ന് ഒരു 17 വയസ്സുകാരി സൈനവേനെ ജോലിന്ന് പറഞ്ഞു വിട്ടു. ഇപ്പൊ ഉറക്കത്തിൽ നടപ്പൊന്നും ഇല്ല അല്ലേ? ഇപ്പൊ നടപ്പൊന്നും ഇല്ല. അല്ലുമ്മ, അപ്പൊ വീട്ടില് പണിയൊക്കെ ആരാ ചെയ്യണേ? വീട്ടില് പണിയാ? ഉമ്മക്ക് വയസ്സായില്ലേടാ മോനെ. ഇപ്പൊ വീട്ടില് 70 വയസ്സുള്ള ഒരു മൂത്തുമാനെ പിടിച്ച് നിർത്തിയിരിക്കണ ജോലി ചെയ്യാൻ. കുഴപ്പമൊന്നുമില്ല അല്ലേ? ഇപ്പൊ ഒരു കുഴപ്പമുണ്ട്. ഇപ്പൊ ഒരു ബാപ്പയുടെ ബാപ്പയില്ലേ, മൂത്താപ്പ, ഇപ്പൊ മൂപ്പര് രാത്രി എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. പറയല്ലേ എടാ മോനെ, നിനക്ക് സുഖം തന്നെയാടാ? ഞാൻ നാട്ടിലോട്ട് വരുവാ. അയ്യോ, നീ നാട്ടിലോട്ടൊന്നും വരുന്നേ? നീ അവിടെ ഉമ്മാക്ക് കാശൊക്കെ അയച്ചാടാ. ഉമ്മ ഒന്ന് അടിച്ചു കൊടുക്കണ്ട മോനെ. അയ്യോ, അത് പട്ടിയല്ല, എന്റെ ബാപ്പയാണെന്ന്. ബാപ്പയ്ക്ക് ഭയങ്കര ചുമയാടാ. നീ ഇങ്ങോട്ട് വരണ്ട കേട്ടോ. നീ ഉള്ള കാശൊക്കെ നീ ഒക്കെ കളയാതെ ഉമ്മാക്ക് അയച്ചതാ. നീ ഫോൺ വെച്ചിട്ട് പോ മോനെ. ബില്ലൊക്കെ കൂട്ടാതെ. ശരി. അപ്പൊ അത് ശരി. അപ്പൊ നീയല്ല വേലക്കാരനെ പറഞ്ഞു വിട്ടത്? കാരണം ഉണ്ടെന്ന്. എന്ത് കാരണം? അവള് തൊട്ടേനും പിടിച്ചതിനൊക്കെ കുറ്റം പറയണെന്ന്. എന്നിട്ട് നമ്മളവളെ തൊട്ടിട്ടും പിടിച്ചിട്ട് അവളെ ഇതൊരു കുറ്റം പറഞ്ഞിട്ടില്ല. മനുഷ്യ, വെടിക്കെട്ട് പറമ്പിൽ ആവനത്തെ വീട്ടിലെ ഇമ്മാതിരി വർത്താനം പറയാനുണ്ടല്ലോ. എന്താണ് ഈ പറയുന്നത്? നമുക്ക് മനസ്സിലാവില്ല. എന്ത് മനസ്സിലാവില്ലെന്നാ? നമ്മുടെ മുഖ്യമന്ത്രി നാട് നീള ജനസമ്പർക്ക പരിപാടിയായിട്ട് നടക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ജനസമ്പർക്ക പരിപാടിയായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. വേണ്ടാത്ത വർത്താനം പറഞ്ഞാലുണ്ടല്ല, കൊണ്ടുപോയി കുഴിച്ചുകൂടും. നമ്മള് ചോദിക്കാൻ തല്ലിക്കൊന്നും കുഴിച്ചുകൂടും. ഒരാളും ചോദിക്കാനുണ്ടാവില്ല. ചോദിക്കൂല. ഭ്രാന്തന്മാരും ഒന്നും കേസില്ലല്ലോ. അപ്പൊ നമ്മളെ ഭ്രാന്തനാക്കി. അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അതെ, നമ്മൾ ഇന്നലെ ഒരു സ്വപ്നം കണ്ടേ. സ്വപ്ന? അല്ലെന്ന്. എന്താന്നാ? എന്താ പറ? നമ്മളെ കഴിഞ്ഞ ജന്മത്തിലെ ഒരു പോത്തായിരുന്നു. എന്റെ ആമിന, ഒരു മനുഷ്യന് 2 ജന്മത്തിലും പോത്താവാൻ പറ്റൂല. ഒരു ജന്മത്തില് പറ്റൂല. പിന്നെ നമ്മളൊരു കാര്യം ചോദിക്കട്ടെ? നമ്മള് മയ്യത്തായി അങ്ങോട്ട് വിചാരിക്കും. നമ്മള് രണ്ടുപേരും അപ്പൊ മയ്യത്തായി നമ്മള് സ്വർഗത്തിൽ പോയി, നിങ്ങള് നരകത്തിലും പോയി. അപ്പൊ നിങ്ങള് പടച്ചവനോട് എന്ത് പറയും? നമ്മള് നരകത്തിൽ പോകണം. അതായത് നമ്മളിപ്പോ സ്വഭാവമല്ലേ, ജനന സമ്പർക്ക പരിപാടിയല്ലേ? സമ്മതിച്ചു, നമ്മള് നരകത്തില്. അപ്പൊ നമ്മള് പടച്ചവനോട് എന്ത് പറയും?
നമ്മള് പടച്ചോട് പറയും നന്ദി പടച്ചോനെ എന്ന് പറയും. എന്നാ പോട്ടെ, നമ്മള് നരകത്തിൽ നിങ്ങള് സ്വർഗത്തിലും പോയി, അപ്പൊ നിങ്ങൾ എന്ത് പറയും പടച്ചോനോട്? അപ്പോഴും നമ്മള് പറയും നന്ദി പടച്ചോനെ എന്ന് പറയും. അത് നിങ്ങളെന്ത് നന്ദിയുടെ കൊട്ടയ്ക്ക് എടുത്തിട്ടുണ്ടോ ഇങ്ങനെ അടങ്കല്? അതെ, ഞാൻ ചോദിക്കട്ടെ, നമ്മള് രണ്ടുപേരും സ്വർഗത്തിലോട്ട് പോയി, അപ്പയോ? പിന്നെ ഒന്ന് കുഴിച്ചാൽ കൂടി ഞാൻ പടച്ചോനാണെന്ന് നമ്മൾ നോക്കിയല്ല. ജീവിച്ചിരിക്കുമ്പോ നമുക്ക് സമാധാനം തന്നില്ല, മയ്യത്തായാലും സമാധാനം തരില്ല എന്ന് പറഞ്ഞാ ഓ. പിന്നെ നിങ്ങൾക്ക് എന്നോട് ഒരു സ്നേഹമില്ല. നമ്മളൊന്നൊരു കാര്യം ചോദിക്കട്ടെ, നമ്മളാണ് ഇപ്പൊ ആദ്യം മയ്യത്താവണെങ്കിൽ അപ്പൊ നീ എന്ത് ചെയ്യും? നിങ്ങൾ ആദ്യം മയ്യത്തായ നമ്മളെന്ത് ചെയ്യാനാണ്? നമ്മളെയാണ് പോയില്ലേ. നമ്മള് പിന്നെ നിക്കാതൊന്നും കഴിക്കാതെ നമ്മുടെ അനിയത്തിയുടെ കൂടെ അങ്ങനെ കാലം കഴിച്ചു കൂട്ടും. അതെ, നമ്മളാദ്യം പോണെങ്കിൽ ഒക്കെ എന്ത് ചെയ്യും? നീ മയ്യത്തായാല് നമ്മളെന്ത് ചെയ്യാനാണ്? നമ്മുടെ എണ പോയില്ലേ, അപ്പൊ നമ്മള് നിക്കാഹൊന്നും കഴിക്കാതെ നിന്റെ അനിയത്തിയുടെ കൂടെ നമ്മളൊന്ന് സ്നേഹം വേണോടി, സ്നേഹം. എനിക്കൊരു കാര്യം അറിയാമോ, നമ്മള് നിന്റെ ഫോട്ടോ നമ്മുടെ മണിപ്പേഴ്സിൽ വെച്ചിട്ടാണ് നമ്മൾ നടക്കുന്നത്, അറിയാമോ? അതെന്താണെന്ന് നമ്മൾ പറയാം. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഭയങ്കര പ്രശ്നങ്ങള്, ഭയങ്കര ബുദ്ധിമുട്ടുകള്, നമുക്ക് ഇങ്ങനെ വിഷമം സഹിക്ക വയ്യാതെ നമ്മൾ തൂങ്ങിച്ചാവണം എന്നൊരവസ്ഥ വരുമ്പോഴേ നമ്മള് ഈ പേഴ്സ് എടുത്താണ് തുറന്നു നോക്കും. സ്നേഹം ഉണ്ടായിട്ടൊന്നല്ലടി, നമ്മളിതാണ് തുറന്നു നോക്കുമ്പോ നിന്റെ യക്ഷിയുടെ പോലത്തെ തിരുമോന്ത നമ്മളങ്ങോട്ട് കാണും. അപ്പൊ നമ്മൾ വിചാരിക്കും പഠിച്ചോനെ ഇതിലും വലിയ പ്രശ്നം ഈ വരാനില്ലല്ലോ എന്ന് വിചാരിച്ചാണ് സമാധാനിക്കും. നിങ്ങൾക്ക് എന്നോട് ഒരു സ്നേഹമില്ല, നിങ്ങൾക്ക് ഈടേണ്ട ഒരു സ്നേഹമില്ല. നമ്മൾ എത്രയും പെട്ടെന്ന് മൈദയാ മതി എന്ന് പറഞ്ഞല്ലേ നിങ്ങൾ ഇരിക്കണേ. എന്റെ പൊന്നാമിനെ നീ എന്തെങ്കിലും കൊതിപ്പിക്കല്ലേ, ആശിപ്പിക്കല്ലേ. അതെ, നിങ്ങൾ എന്നെ കഴിഞ്ഞ ആഴ്ച കാഴ്ച ബംഗ്ലാവിൽ കൊണ്ടുപോകുന്ന പറഞ്ഞിട്ട് കൊണ്ടുപോയില്ലല്ലോ. എന്റെ ആമിനെ നിന്നെ കാഴ്ച ബംഗ്ലാവിലല്ലേ കൊണ്ടുപോകാണ്ടിരുന്നുള്ളൂ, നിന്റെ വീട്ടിലേക്ക് നമ്മൾ കൊണ്ടുപോയില്ലേ. അവിടെയല്ലേ കാഴ്ച ബംഗ്ലാവിനേക്കാളും വലിയ വെറൈറ്റി സാധനങ്ങളുള്ളത്. നിന്റെ ഉപ്പ ബാപ്പ ഉപ്പാപ്പ അങ്ങനെ കുറെ ഉണ്ടല്ലോ. എന്റെ കുടുംബത്തിൽ പറഞ്ഞിട്ടല്ലോ. ഇന്നലെ രാത്രി അവിടെ കിണറ്റില് എന്തോന്നോ തുംകോതിന് വീണ സൗണ്ട് കേട്ട് നിങ്ങൾ എന്താ മനുഷ്യ പോയി നോക്കാത്തത്? ആ ഒരു വലിയ ശബ്ദം കേട്ടല്ലേ നമ്മള് പോയി നോക്കിയില്ല. അതെന്താ അറിയോ, നമ്മള് വിചാരിച്ചു നീയാണ് കിണറ്റിൽ വീണെന്ന്. ഉണ്ടല്ലോ, ഞമ്മള് പോണം, ഞമ്മടെ വീട്ടിൽ പോണം.